അജിംസെ, ഞാൻ BNS ചാപ്റ്റർ 16ലാണ് സെക്ഷൻ 298 മുതൽ 302 വരെയുള്ള വകുപ്പുള്ളത്. ഞാൻ ഈ കേസെടുക്കുന്ന തുടക്കത്തിൽ തന്നെ ഒരുപക്ഷെ അജിംസ് ആഗ്രഹിക്കുന്നത് പോലെ ഒരു നിലപാട് പറയുക എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഈ പാരഡിക്കെതിരെ കേസെടുത്ത ഘട്ടത്തിൽ തന്നെ ഞാനത് തുറന്നു പറയുന്നതിന് ഒരു മടിയും കാണിക്കാത്ത ആളാണ്. കാര്യം 298 മുതൽ 302 വരെ ആവർത്തിച്ച് ഞാൻ വായിച്ചു നോക്കിയിട്ടും ഇതിൽ നിയമപരമായി കേസ് നിലനിൽക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസും ഉള്ളതായി എനിക്ക് തോന്നിയില്ല. അതിലെ ട്യൂൺ ഒഴികെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ, അങ്ങ് പറയുന്ന പോലെ ആ ഈണം മാറ്റി നിർത്തി കഴിഞ്ഞാൽ അതിൽ ഒരു തരത്തിലും റിലീജിയസ് സെൻറ്റിമെൻറ്റ്സ് ഇൻസൾട്ട് ചെയ്യുന്ന തരത്തിലുള്ള, ഡിഫൈൽ ചെയ്യുന്ന തരത്തിലുള്ള ഒരു കുറ്റകൃത്യമുണ്ട് എന്ന് കരുതുന്ന ഒരാളല്ല ഞാൻ. അപ്പോൾ സ്വാഭാവികമായും ഒരു പാരഡിയെ പോലും അങ്ങ് ചോദിക്കുന്നത് പോലെ പാരഡിയെ പോലും ഭയക്കുന്ന തരത്തിലേക്ക് ഒരു ഭരണകൂടം, ഭീകരതയിലേക്ക് ഭരണകൂടം മാറുന്നു എന്ന് തോന്നലുളവാക്കാനാണ് ഈ കേസ് എടുക്കുന്നതിന് ഉപദേശം നൽകിയ ആരാണെങ്കിലും ആ ഉപദേശം നൽകിയ ആൾ ചെയ്തിട്ടുള്ളത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തിൻ്റെ പൂർണ്ണ ബോധ്യം, ഇടതുപക്ഷത്തിൻ്റെ മനസ്സ് എന്ന് പറയുന്നത് ഇടതുപക്ഷം കേരളത്തിലാകമാനം, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കേരളത്തിലാകമാനം എങ്ങനെയാണ് വളർച്ചയുണ്ടായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരം ആവിഷ്കാര സ്വാതന്ത്ര്യങ്ങൾ നടത്തിയാണ്. ഒരു കാലഘട്ടത്തിൽ നാടകവും ശ്രീ വി സാംബശിവനെ പോലുള്ള കാതികന്മാർ കേരളത്തിലെ ഗ്രാമങ്ങളിലൂടെ പറഞ്ഞു വെച്ച കഥകളിലൂടെയും വർത്തമാനങ്ങളിലൂടെയും പാട്ടുകളിലൂടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ആളുകളെ ആകർഷിക്കുകയായിരുന്നു. തോപ്പിൽ ബാസിയുടെയും KPACയുടെയും നാടകങ്ങളിലൂടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഗ്രാമങ്ങളിൽ നിന്ന് കമ്മ്യൂണിസ്റ്റുകളെ ഉൽപ്പാദിപ്പിക്കുകയായിരുന്നു എന്നതായിരുന്നു വസ്തുത. കേരളത്തിൽ ഏതെങ്കിലും ഒരു നാടകം അല്ലെങ്കിൽ ഒരു കൃതിയെ നിരോധിക്കുന്ന ഒരു ഘട്ടം വന്നാൽ അവിടെ ആദ്യം അഭിപ്രായം പറയുകയും അതിനെതിരെ ശക്തമായ നിലപാടെടുക്കുകയും ചെയ്തിട്ടുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പാരമ്പര്യം എന്നുള്ളിടത്താണ് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം നൽകുന്ന ഒരു ഗവൺമെൻറ് ഇവിടെ ഒരു പാരഡിയെക്കെതിരെ കേസെടുത്തതെന്ന് ഏറ്റവും വേദനാജനകരമായിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാം, ക്രിസ്തുവിൻ്റെ 6-ാം തിരുമുറിവ് എന്നൊരു നാടകം നിരോധിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അതിനെതിരെ വേണ്ടി ആ നാടകം പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടി സംരക്ഷണ കവചമൊരുക്കുന്ന തരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കേരളത്തിലെ തെരുവുകളിൽ വന്നിരുന്നു എന്ന യാഥാർത്ഥ്യം ഇപ്പോഴത്തെ തലമുറയ്ക്ക് ചിലപ്പോൾ ഓർമ്മയുണ്ടാവില്ല, അല്ലെങ്കിൽ ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റുകൾ മറന്നുപോയതാവാം. തങ്ങൾക്കെതിരെ വരുന്ന ഏത് വിമർശനത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വിമർശനവും സ്വയം വിമർശനവുമാണ്. ഇപ്പോൾ വിമർശനവും സ്വയം വിമർശനവും ഇല്ലാതാകുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ. അത് CPM-നുള്ളിലാണെങ്കിലും CPI-ക്കുള്ളിലാണെങ്കിലും എന്ന തരത്തിലേക്ക് ഇത് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വസ്തുതയായി മുന്നിൽ നിൽക്കുന്നു. ഒരു തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തനം മാത്രമായിട്ടാണ്. ആ തെരഞ്ഞെടുപ്പിൽ പരാജയം ഉണ്ടാവാം. അതിലൊരു കാരണം നിശ്ചയമായും കഴിഞ്ഞ പ്രാദേശിക സർക്കാർ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിൻ്റെ ഒരു കാരണം ശബരിമല വിഷയം തന്നെയായിരുന്നു എന്ന് തുറന്നു സമ്മതിക്കുന്നതിന് ഒരു മടിയുമില്ലാത്ത ഒരാളാണ്. അപ്പോൾ അത്തരത്തിൽ ശബരിമല വിഷയത്തിൽ സംഭവിച്ച പാളിച്ചകൾ മറച്ചുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ഇടപാടായിട്ടല്ല ഈ കേസിനെ കാണേണ്ടത്. ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്, കാര്യം നമുക്കറിയാം 19 സിനിമകളുടെ പ്രദർശനാനുമതി നിഷേധിക്കുമ്പോൾ IFFK-യിൽ ആ സിനിമകൾ പ്രദർശിപ്പിക്കുക എന്നത് ആവശ്യമുന്നയിക്കുകയും ആ സിനിമകൾ പ്രദർശിപ്പിക്കാൻ തടയുക എന്ന് പറയുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന അപഹാസ്യമായ നടപടിയാണ് എന്ന് നിലപാടെടുക്കുന്ന മുഖ്യമന്ത്രിയാണ് കേരളത്തിനുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ഈ പാരഡി ഗാനത്തെ അദ്ദേഹം ആഭ്യന്തര വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന ആളെന്ന നിലയിൽ നിശ്ചയമായും ഈ കേസെടുത്ത ഉദ്യോഗസ്ഥന്റെ മനോനില പരിശോധിപ്പിക്കണം. കേസെടുക്കാൻ നിർദ്ദേശിച്ച ഉദ്യോഗസ്ഥനാരാണെന്നറിയാമോ ശ്രീ? മനോനില പരിശോധിപ്പിക്കണം. DGP ആണ്. ഏത് DGP? കൂത്തുപറമ്പ് വെടിവെപ്പിന് ഉത്തരവാദിയെന്ന് ഒരു വിഭാഗം സഖാക്കൾ ആക്ഷേപം ഉന്നയിച്ച അതേ DGP, അത് പാർട്ടി തന്നെ ക്ലീൻ ചിറ്റ് കൊടുത്ത അതേ DGP-ക്കാണ് പരാതി കൊടുത്തത്. പരാതി DGP ADGP കൊടുക്കും. ക്രമസമാധാന ചുമതലയുള്ള ADGP-യാണ് കേസെടുത്തത്. അപ്പോൾ ഇവരൊക്കെ സർക്കാരുമായി കൺസൾട്ട് ചെയ്യാതെ, കുറഞ്ഞ പക്ഷം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായി കൺസൾട്ട് ചെയ്യാതെ ഇതെല്ലാം കേസെടുത്തു എന്ന് നമ്മളൊക്കെ വിശ്വസിക്കണോ? അങ്ങനെയല്ല. ഇതിപ്പോൾ ഏത് ഉദ്യോഗസ്ഥനാണോ, ഏത് രാഷ്ട്രീയ നേതൃത്വമാണോ ഇതിന് നിയമോപദേശം നൽകിയത്, ആ ഉദ്യോഗസ്ഥൻ്റെ മനോനില പരിശോധിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. രാഷ്ട്രീയ ബോധ്യങ്ങളെന്ന് പറയുന്നത് അനുഭവത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ്. നിയമബോധവും അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. അപ്പോൾ ഒരു DGP ആയാലും അതല്ല പൊളിറ്റിക്കൽ സെക്രട്ടറി ആയാലും പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ മനോനില പരിശോധിക്കണമെന്ന് മാത്രമല്ല, പൊളിറ്റിക്കൽ സെക്രട്ടറി ആ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നൊരു LDF MLA ആവശ്യപ്പെട്ടിട്ട് അദ്ദേഹത്തിന് LDF ഇട്ട് പുറത്തു വേണ്ടി വന്നു. ആ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയായിരുന്നു പിണറായി വിജയൻ.
അങ്ങനെ അതെ, നിങ്ങൾ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് ഇതിൽ നിയമോപദേശം നൽകിയെന്നൊന്നും വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ ആ അർത്ഥത്തിൽ അതിനെ വ്യാഖ്യാനിക്കുകയും വേണ്ട അജിംസെ. പൊളിറ്റിക്കൽ സെക്രട്ടറിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ അനുഭവജ്ഞാനം, അദ്ദേഹത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റിയെ കേരളത്തിലെ ജനങ്ങൾക്കും പാർട്ടിക്കും വളരെ കൃത്യമായിട്ട് ബോധ്യമായതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൽ ഒരു തർക്കവും ഇക്കാര്യത്തിൽ വേണ്ട. പക്ഷെ ആരാണോ ഇത് ഉപദേശം കൊടുത്തത്, ആ ഉപദേശം കൊടുത്ത ഉദ്യോഗസ്ഥൻ്റെ മനോനിലയ്ക്ക് സാരമായ തകരാറുണ്ട് എന്ന് ആരെങ്കിലും സംശയിച്ചു പോയാൽ ആ സംശയത്തിനൊപ്പം നിൽക്കുക എന്നുള്ളതാണ് കേരളീയ സഖാവ് എം വി ജയരാജനും